السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Wisdom World and Maiman Academy നടപ്പാട്ടരംഗത്തെ സൂറത്ത് യാസീൻ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 19ാമത്തെ നാളിലേറ്റിക്കിരുന്നങ്ങ ഇല്ലേ അള്ളാഹു താല ഇത്രത്തോളം ഞങ്ങൾ ചൊന്നതും ഇനി ചൊല്ലകു പോണ്ടതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആന്റെ വെളിച്ചം അള്ളാഹു താല ഞങ്ങളെ ജീവിതത്തും ഞങ്ങളെ കൽബിലും മരിച്ചൽ പിന്നെ ഞങ്ങളെ കബൂറിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം മരിച്ചു പോയിട്ടാറ് ഞങ്ങളെല്ലാവരും കബൂർക്കും അള്ളാഹു താല എത്തുപാട്ടി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാം ഈ ചൊന്നോണ്ടുള്ളവരും കേട്ടോണ്ടുള്ളവരും മിസ്ലി സവാബ് ഞങ്ങളെല്ലാവരും കബൂറുകൾ അള്ളാഹു താല എത്തുപാട്ടി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സൂറത്തു യാസീൻ ചൊല്ലത് ഞങ്ങൾ ഇത് സ്റ്റാർട്ടിങ്ങിലെ ചൊന്നതുപോലെ മർച്ചങ്ങളെ പേരിൽ യാറ ഓതരങ്ങത്തെ സൂറത്തും കൂടി ഏറ്റിക്കറി. അപ്പൊ മർച്ചങ്ങു യാറ ഇതുകൊണ്ടിട്ടു സമാധാനം കിട്ടിയ സൂറത്തായത് കൊണ്ടിട്ടു മൈറ്റിക്കു ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തൽ ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും മർച്ചങ്ങല്ലേ മേലിലായിട്ട് മർച്ചങ്ങളെ പേരിലായിട്ട് നിങ്ങൾ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതൊരു മർച്ചങ്ങളെ മുട്ട നിങ്ങൾ ഓതൊരു എന്ന് ചൊന്നു. അപ്പൊ ഇതുകൊണ്ടിട്ടു ആഖിറത്തെ ഓരോ സ്ഥിതിഗതികളും അതുപോലെ സ്വർഗത്തെ വിവരണങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മർച്ചങ്ങും അതുകൊണ്ടിട്ട് ഒരു നല്ലൊരു ഈനാസ് ഒരു സമാധാനം ഉണ്ടാവുന്നത് കൊണ്ടിട്ട് മൈറ്റിക്കു അങ്ങനെ ഓതുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നരെ. ഏതായാലും ഞങ്ങ വിശദീകരിച്ചുകൊണ്ട് വന്നേ നരക്കത്തെ ആൽമാരെ അള്ളാഹു താല അങ്ങനെ സ്ഥിതിഗതിങ്ങ ആഖിറത്തിൽ അങ്ങുണ്ടാവുടങ്ങനത്തെ ദുരന്തമായിട്ടുള്ള അങ്ങനത്തെ സ്ഥിതിയുടെ ಬಗ್ಗೆ അള്ളാഹു താല വിവരണാക്കൽ പിന്നെ ഇനി ആഖിറത്തെ ശിക്ഷയുടെ ഓർത്തുകു പേടിയില്ലെങ്കിൽ അള്ളാഹു താല അവനുകായിട്ടൊരു എച്ചരിക്ക കൊടുക്കടങ്ങനത്തെ ഒരു വിഷയറ്റിക്കിരുന്നങ്ങ ചൊന്നോട്ട് വന്ന് എന്തിരെ ദുനിയാവിലെ അവന്റെ ഭയാനകമായ രൂപത്തില് അവന്റെ ശിക്ഷിക്കുക നമുക്ക് ഗുന്തുണ്ടു. അള്ളാഹുടെ ശിക്ഷയിൽ നിന്നിട്ട് ആറും മുങ്ങുകാവുടു. അള്ളാഹു താലയുടെ വിചാരണയിൽ നിന്നിട്ട് അള്ളാഹു താലയുടെ ഇന്തിഖാം അവന് പ്രതികാര ബീട്ടറുമായിട്ടിക്കർ അള്ളാഹു താലകുല്ലെ പ്രധാനപ്പെട്ട ഒരു പ്രേരാണ് മുൻതഖിം പ്രതികാര എടുക്കണോ റിവെഞ്ച് എടുക്കണോ. എന്തൊരു റിവെഞ്ച് വെറുതെ സാധാരണ ഞങ്ങ ദുനിയാവുലു പിന്നെ ചില്ലറ വിഷയത്തിക്ക് ഗലാട്ടാക്കിയിട്ട് ഞങ്ങൾ റിവെഞ്ച് എടുക്കണ പോലത്തെ റിവെഞ്ച് അല്ല. അവന്റെ അടിമങ്ങളെ ഉപദ്രാക്യങ്ങളെ റിവെഞ്ച് എടുക്കണോ. അക്രമ അന്യായ ശോഷണ കൊണ്ടിട്ടു നൊറക്കിടങ്ങനത്തെ ദുനിയാവുല് ഫസാദ് ഉണ്ടാക്കിടങ്ങനത്തെ ആൽമാരെ റിവെഞ്ച് എടുക്കണോ. അങ്ങനത്തങ്ങനെ ഖണ്ഡിതമായിട്ടും അങ്ങനത്തങ്ങനെ ശിക്ഷിക്കണായത് അത് ഞങ്ങളെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കൊരു ഇപ്പൊ പ്രസന്റില് ഇപ്പോഴും പരിശുദ്ധമായ ഭൂമിയായ അങ്ങനത്തെ ബൈത്തുൽ മുഖദ്ദസിലെ ഖുദ്സ് ഭൂമിയിൽ ഫലസ്തീന്റെ ആൽമാർ ഗസത്തെ ആൽമാർ എന്തൊരു അന്യായവും അക്രമവുമാണ് അങ്ങ് അനുഭവിച്ചുകൊണ്ടില്ലേ. ഈ റമദാന്റെ തിങ്ങല് പോലും ഒരു സമാധാനത്തിൽ അങ്ങു ഇക്കോകു അങ്ങനെ കൊണ്ട് സാധ്യമായിട്ടില്ല. അങ്ങനെ ശക്തമായ ശിക്ഷ അങ്ങു ഒരു തപ്പുമില്ലാത്ത രൂപത്തിൽ അങ്ങുള്ള ഭൂമിയിലെ വെച്ചിട്ട് അങ്ങുല്ലേ ശിക്ഷ അങ്ങുല്ലേ അക്രമ അന്യായാണ് അങ്ങ് അനുഭവിച്ചുകൊണ്ടില്ലേ. ആ അക്രമ അന്യായ ആക്കണവനുകു അവന് ഒരിക്കലും ദുനിയാവിൽ ആറുകും അവനുകു ശിക്ഷ കൊടുക്കൂ സാധ്യമില്ല ആർക്കും. ആ അക്രമ അന്യായ കാട്ടറങ്ങനത്തെ ആൽമാർക്ക് ദുനിയാവിൽ അങ്ങു തക്കതായ ശിക്ഷ കൊടുക്കൂ ഒരിക്കലും ആരെക്കൊണ്ടും സാധ്യമില്ല. അത് കൊടുക്കൂ ആരും കൊടുക്കൂ പോണ്ടില്ല. അപ്പൊ അങ്ങനത്തെ അങ്ങു എവിടെങ്കുറുക്ക ഈ പാവത്തെ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ പേരിൽ ഈ പാവത്തെ പിന്നെ മനുഷ്യന്മാരെ കൊന്നതിന്റെ പേരിൽ അങ്ങു തക്കതായ ശിക്ഷ കിട്ടുന്നത് ചൊല്ലത് എല്ലാരും മനസ്സാഗ്രഹിക്കുന്ന വിഷയമാണ്. അങ്ങു തക്ക ഒരു ശിക്ഷ കിട്ടുമെന്ന് ചൊന്നു. അപ്പൊ അതുക്കുല്ലേ പ്ലേസ് അള്ളാഹു താല അത് ഊടാക്കിയ വെച്ചിട്ടല്ല, അത് ആഖിറത്തിലാണ്. അങ്ങനത്താണ് അള്ളാഹ് അങ്ങനത്തെ ആൾമാരട്ടാണ് അള്ളാഹു കേക്കടെ. ഞങ്ങ ഈ മുന്നോട്ട് വിശദീകരിച്ച അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ അങ്ങോട്ടാണ് കേൾക്കുന്നത്. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ ആഖിറത്തിൽ ഒരു ജസ്റ്റിഫിക്കേഷനും നമുക്ക് ചൊല്ലുകില്ല, ഒരു ന്യായവും നമുക്ക് ചൊല്ലുകില്ല. അങ്ങനെ ബായെല്ലാം ബന്ധാക്കിട്ട് പിന്നെ തടിയാണ് അങ്ങനെ മുൻട്രി അങ്ങ് ആക്കിയ അന്യായത്തെ ಬಗ್ಗೆ അങ്ങ് ആക്കിയ അക്രമത്തെ ಬಗ್ಗೆ അങ്ങനെ തടി ഇങ്ങനെ മുണ്ടിയോണ്ട് പോണ്ട്. അതാണ് അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം
وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ആക്കിയ പ്രവർത്തനത്തെ ഓരോ പ്രവർത്തനത്തെ ಬಗ್ಗೆ അങ്ങനെ കൈകാലുകൾ ഇങ്ങനെ മുണ്ടിയോണ്ട് പോകുന്നു. അപ്പൊ അങ്ങനത്തങ്ങളൊട്ടിಗೆ അങ്ങനത്തെ അന്യായ കാട്ടിട്ട് ദുരഹങ്കാര കാട്ടിട്ട് നടക്കണങ്ങനത്തെ ആൾമാരൊട്ടിಗೆ അള്ളാഹു താല ചൊല്ലേ ഒലവു നശാ അങ്ങ ദുനിയാവില് നല്ല അനുകൂലത്തെ അവസ്ഥയിൽ ചിലപ്പോ ഇക്കുവാറ്. അങ്ങനത്തെ അനുകൂലത്തെ അവസ്ഥയിൽ ഇക്കുമ്പോ അള്ളാഹു താല ഒന്നും അങ്ങനെ ആക്കില്ലാണ്ടെന്തോ അങ്ങ് വിചാരിക്കണ്ട. ഒലവു നശാ അയുനിഹിം നങ്ങ വിചാരിച്ചിന്നേട്ടായെങ്കിൽ അങ്ങനെ കണ്ണടമേ നങ്ങ ಪರಿಚೆರ್ತರಾಂತ അങ്ങനെ കണ്ണടമേ നങ്ങ മായ്ച്ചു വിട്ടറാಂತ കണ്ണട ദൃഷ്ടി ഇല്ലാണ്ട് മാത്രല്ല കണ്ണേ ഇല്ലാത്ത പോലെ ആക്കിയರಂತ. പിന്നെ അങ്ങ് നടക്കുക ഭർത്താവുമ്പോ എവിടെയാണ് അങ്ങ് കാണുക അവിടെ, പിന്നെ എങ്ങനെയാണ് കാണുക അവിടെ അങ്ങ് അത് ചൊന്നൽ പിന്നെ അള്ളാഹു താല ചൊല്ലിട്ട് വലൗ നശാഉ ലമസഖ്നാഹും ഇനി ഞങ്ങൾ വിചാരിച്ചിട്ടായെങ്കിൽ ലമസഖ്നാഹും അങ്ങനെ കോലമേ ബദലാക്കി വിട്ടാന്തനങ്ങ അലാ മക്കാനത്തിഹിം അങ്ങ് ഉള്ള ജാഗത്തിലേ വെച്ചിട്ട് മുളിയൻ പിന്നെ അങ്ങു സാധ്യാവാലന്ത് മുളിയൻ ഒന്ന് മുന്നല് പോവുക വലായർജിഊൻ ഒന്ന് പിറപോകൂ അങ്ങനെ കൊണ്ട് സാധ്യാവാലന്ത് മുന്നല് പോകുമാവല പിറപോകുമാവല ഇന്ന ജാഗത്തിലെ പിന്നെ നരക്ക ജീവൻ അനുഭവിച്ചിട്ടങ്ങ ഇക്കൊണായ ദുരവസ്ഥ ബറു അതിർ തൊട്ടങ്ങു ജാഗ്രതിക്കട്ട് പേടിക്കട്ട് എന്നാണ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. ഇന്നലെ ഞങ്ങൾ ചൊന്ന അള്ളാഹു താല ഈ രൂപത്തില് പൂർവ സമുദായത്തെ ബനു ഇസ്രായേലിന്റെ ചില ആൽമാർ അള്ളാഹു താല പല കോലത്തിലാക്കിയിട്ട് ചേഞ്ച് ആക്കിയ വിഷയം അള്ളാഹു താല ഖുർആൻ ചൊന്നറ. فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. അള്ളാഹു താല നിഷേധാക്കിയ കാര്യങ്ങളെ സസാറാക്കിയിട്ട് കണ്ടപ്പ അതിരെ നെഗ്ലക്ട് ആക്കിയപ്പ അള്ളാഹു താല അങ്ങലൊട്ടിಗೆ നിങ്ങ ಮಂಗ ആയിಬಿಡೋರು ನಿನ್ಯರಾಯ ಮಂಗ ആയിಬಿಡೋರು തങ്ങൾട്ട ചൊന്നിട്ടു അങ്ങനെ ಮಂಗ ആക്കിയിട്ട് പരിവർത്തന ആക്കിയാണ്ട് അള്ളാഹു താല ഖുർആനിൽ ചൊന്നിട്ടില്ല. എന്നാൽ ചില ഹദീസിൽ നമുക്ക് കാണുക അവസാന കാലഘട്ടം വരുമ്പോ ഈ ഉമ്മത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലും അവിടെ ആയിട്ട് ചെറിയ രൂപത്തിലെങ്കിലും കോല ബദലാവുടങ്ങനത്തെ ദുരവസ്ഥ ബണ്ടുണ്ടാണ് ഹദീസിൽ നമുക്ക് കാണുക. അവിടെ ഒരു ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലതായിട്ട് ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമൻ നന്റെ ഉമ്മത്തില് ചില ആൾമാരിനി ബറകുണ്ടു യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ് വൽ മഗാസിഫ് വലയൻസിലന്ന അഖ്വാമുൻ ഇലാ ജംബി അലമിൻ യറൂഹു അലൈഹിം ബിസാരിഹത്തിൻ ലഹും. നന്റെ ഉമ്മത്തിൽ നിന്നിട്ട് ചില ആൾമാർ ബറകുണ്ടു എങ്ങനത്തെ ആൾമാർ യസ്തഹില്ലൂനൽ ഹിർറ വ്യഭിചാരത്തെ സിനയുടെ ഹലാലായിട്ട് കാണുവാർ. വ്യഭിചാര സിനമായി ബന്ധപ്പെട്ട കാര്യമെല്ലാം ഒരു സസാറായി പോലും അങ്ങനത്തെ ആൾമാർ നന്റെ ഉമ്മത്തിൽ നിന്ന് ബറകുണ്ടു. വൽ ഹരീറ പട്ടിടെ ഹലാലായി കാണുവാർ. പട്ടിടെ ഹലാലായി കാണുന്ന പട്ട് ചൊല്ലത് ആണിങ്ങുകു പിന്നെ ഹറാമായിട്ടിക്കറ് പട്ട് ധരിക്കടെ ബംഗാർ ധരിക്കടെ അങ്ങനത്തതെല്ലാം ഒരു വിഷയാവല്ലേ. പട്ടും ബംഗാറെല്ലാം ആണിങ്ങും ധരിക്കടങ്ങനത്തെ ചില ആൾമാർ തന്റെ ഉമ്മത്തിൽ ബറുവാർ. വൽ ഖംറ കുടിക്കടങ്ങനത്തെ കല്ലിടെ മദ്യത്തെ ഹലാലായിട്ട് കാണുവാർ. വൽ മഗാസിഫ വിനോദ ഉപകരണങ്ങളെ മനരഞ്ജനരുടെ ഉപകരണങ്ങളെ എന്റർടൈൻമെന്റ് ആക്കുകില്ല അങ്ങനത്തെ ഉപകരണങ്ങൾ അതിലെല്ലാം ഹലാലായിട്ട് സസാറായിട്ട് കാണ്ടങ്ങനത്തെ ആൽമാർ നന്റെ കൗമുലും ഉമ്മത്തിൽ നന്റെ ബറുവാർ. നിങ്ങൾ നോക്കൂ നടക്കടങ്ങനത്തെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു ചൊന്നു വെച്ച് സിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആൽമാർക്ക് അതൊരു സസാറായി പോയ ഒരു കാലാണ്. ആണും പെണ്ണും കൂടിക്കലർരെ അന്യ പെണ്ണുമായിട്ടുള്ള അങ്ങനത്തെ ബന്ധങ്ങ അന്യ പെണ്ണുമായിട്ടുള്ള അങ്ങനത്തെ പല നിലക്കുള്ള അങ്ങനത്തെ കോണ്ടാക്ടിങ് ഇതെല്ലാം ഒരു സസാറായിട്ട് ഇതെല്ലാം ഒരു ഹറാമു ചൊല്ലങ്ങനത്തെ ബോധമില്ലാത്ത അങ്ങനത്തെ ഒരു കാലാണ്. അന്യ ആണും പെണ്ണും പരസ്പരം കൂടിക്കലർന്നിട്ട് പോണ്ടത് ചൊല്ലത് ഒരു വിഷയമേ അല്ല. അങ്ങനത്തെ പ്ലേസ് അങ്ങനെ മക്കളെ കടത്തരുത് ചൊല്ലത് പാരന്റ്സ് ഒരു വിഷയമേ അല്ലാത്തൊരു കാലാണ് അല്ലെ. അന്യ പെണ്ണും ആണും കൂടിക്കലർന്ന് ഒട്രാസ് ജീവിക്കിടങ്ങനത്തെ ഹോസ്റ്റലുകും ഒട്രാസ് ജീവിക്കിടങ്ങനത്തെ ഓരോ പിന്നെ ಶಿಕ್ಷಣ ಕೇಂದ್ರത്തുകളിലെ കടത്തിറങ്ങനത്തെ എത്ര പാരന്റ്സും ഉള്ളാർ. അങ്ങനെ മക്ക
ഏതെല്ലാം ആണ്ടൊട്ടിಗೆ പോയിട്ടുള്ളാർ ചൊല്ലದರ ಬಗ್ಗೆ ബോധമില്ല. അങ്ങ് കാലി ദുനിയാവുടെ ഏതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കട്ട് ചൊല്ലെ ഒരു 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 മൈൻഡ് മാത്രമാണ് പാരന്റ്സുകളിൽ. ಆ ಮಕ್ಕಳ ದೀನ್ ಎಂದ್ರಾಯ ಉಂಟುಂಡು ಅಂಗಲ ಆಖಿರ್ ಎಂದ್ರಾಯ ಉಂಟು ಚೊಲ್ಲು ಬೋಧಿಲ್ಲ ಅಂತೆ മക്കളിങ്ങനെ ബുദ്രങ്ങനത്തെ കാലാണ്. അതായത് അതൊന്നും വിഷയല്ലാത്തൊരു കാലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി നന്റെ ഉമ്മത്തില് അങ്ങനത്തെ കൗം വരുവാറ് അങ്ങു സിനവുമായി ബന്ധപ്പെട്ട കാരന്തും അങ്ങൊരു ഒരു വിഷയമല്ല, അതൊരു സസാറായിട്ട് അങ്ങ് കാണുവാറ്. വൽ ഹരീറ വൽ ഖംറ കല്ല് പോലത്തെ ഗാഞ്ച അമലു പദാർത്ഥങ്ങ അത് പണ്ടൊക്കെ കുടിച്ചോണ്ടിരുന്ന അങ്ങനത്തെ കല്ല് ആവണ്ടില്ല, പുതിയ കല്ലുടെ പുതിയ പുതിയ വർഷം പണ്ടങ്ങനത്തെ കാലല്ലേ. അപ്പൊ അതിരെ പലനമുത്തുരുlle പാനീയങ്ങളെല്ലാം അതെന്തും ഒരു നിഷേധമാ ഹറാമു ചൊല്ല ബോധമില്ലാണ്ട് നടക്കണങ്ങനത്തെ ആൽമാർ നന്റെ ഉമ്മത്തിൽ പണ്ടാറ്. വൽ മഗാസിഫ വിനോദ ഉപകരണങ്ങൾ എന്റർടൈൻമെന്റ് ടൂൾസുങ്ങ അതെല്ലാം ഉണ്ട് എല്ലാര കയ്യിലും വ്യാപകമാണ്. എന്തിനു വേണം എല്ലാ എന്റർടൈൻമെന്റ് കിട്ടങ്ങനത്തെ ഒരു വലിയ ഒരു ഉപകരണമാണ് മൊബൈൽ ചൊല്ലത്. ആ മൊബൈലിൽ പണ്ടങ്ങനത്തെ എന്റർടൈൻമെന്റ് മനರಂಜನയുടെ ഓരോ കാര്യങ്ങ അത് നോക്കുടേ അത് കേക്കിടേ ചൊല്ലത് ആൽമാർക്ക് ഒരു വിഷയമേ അല്ലാത്ത കാലാണ്. അതെല്ലാം വ്യാപകമായിട്ട് എല്ലാവരും അതൊരു ഹറാമു ചൊല്ലൊരു ബോധമേ അല്ലെങ്കിൽ ഹറാമു ചൊല്ല ഒരു മൈൻഡ് സെറ്റേ ആൽമാർക്കില്ലാത്തൊരു കാലാണ്. എല്ലാം ഹലാലായ രൂപത്തില് കാണണ്ടങ്ങനത്തെ ഒരു കാലാണ്. അതിലാരെങ്കിലും ഹറാമു ചൊന്നിട്ടായെങ്കിൽ ഔണ്ടമേ എതിർക്കണങ്ങനത്തെ ഔണ്ടമേ പറയിടങ്ങനത്തെ ഒരു മനസ്ഥിതിയാണ് ആൽമാർക്കില്ല. അപ്പൊ അങ്ങനത്തെ കൗമ് നന്റെ ഉമ്മത്തിൽ വരുവാറ്. എന്നിട്ട് അങ്ങനെ അവസ്ഥ എന്തരെ അങ്ങനത്തെ അങ്ങനെ അള്ളാഹു താല എന്താക്കുക എന്ന് മാത്രമല്ല പിന്നൊരു കൗം പണ്ടാറ് വലയൻസിലന്ന അഖ്വാമുൻ ഇലാ ജംബി അലമിൻ യറൂഹു അലൈഹിം ബിസാരിഹത്തിൻ ലഹും തഅതീഹിമുൽ ഹാജ. ഇനിയൊരു കൗമ് ചില ആൽമാറിക്കുവാറ് അങ്ങല നല്ല അനുകൂലത്തിലെ നല്ല പരിസ്ഥിതി ആയിട്ടിക്കും അങ്ങ് ഇക്കൂടെ ആർത്ഥികമായിട്ട് നല്ല സ്ഥിതിഗതിയാണ് അങ്ങുല്ലേ. പക്ഷേ തഅതീഹിമുൽ ഹാജത്തു ഏതെങ്കിലും ഒരു ഫക്കീറായ മനുഷ്യ അങ്ങലട്ടെ കേട്ടോണ്ട് ಬಂದಿട്ടായെങ്കിൽ അവന്റെ ആവശ്യ പൂർത്തിയാക്കുക ಬೇನಾയിട്ട് അങ്ങനെ സമീപിച്ചിട്ടായെങ്കിൽ ഫയഖൂലൂന ഇർജിഇ ഇലൈനാ ഗദാ നീ നാളെ ബാലബ്ബ ഇണ്ടില്ലലബ്ബ നാളെ ബാ എന്നിട്ട് എന്ന് അങ്ങ റിപ്ലൈ കൊടുക്കുവാറ്. അങ്ങനത്തെ കൗമുടെ അള്ളാഹു താല എന്തിനാക്കണായിട്ടാണ് നെക്സ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഫയുബയ്യിതുഹുമുല്ലാഹ് അങ്ങനെ അള്ളാഹു താല ഒരു ജാവ് അള്ളാഹു താല ശക്തമായ ശിക്ഷ അങ്ങ് കൊടുക്കുക. വയംസഖു ആഖരീന ഖിറദതൻ വഖനാസീറ ഇലാ യൗമിൽ ഖിയാമ ചില ആൽമാരെ അള്ളാഹു താല മംഗങ്ങളായിട്ട് പന്നികളായിട്ട് അള്ളാഹു താല കോല ബദലാക്കി വിടുക. ഖിയാമത്ത് നാൾ തോലങ്ങ പന്നിയും പിന്നെ മംഗങ്ങളായിട്ട് ഇവിടെ ജീവിക്കണായ ഒരു ദുരവസ്ഥ ബറുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. വളരെ പേടിക്കണായ വിഷയമാണ്. ഞങ്ങ ഈ ദുനിയാവുടെ പുതിയ പുതിയ കാര്യത്തിലെല്ലാം ഇങ്ങനെ മുങ്ങുമ്പോ ഏത് ടൈമിൽ ഏത് ജാഗത്തിലാണ് ഏതെല്ലാം ഹറാമായ കാര്യങ്ങളുമായിട്ട് എൻഗേജ് ആവുമ്പോ ആണ് അള്ളാഹു താല ഞങ്ങളെ കോല ബദലാക്കിടേന്ന് ചൊല്ലുകാവില്ല. അങ്ങനെ ഒരു കോല മാത്രം ഞങ്ങളെ ചേഞ്ച് ആയി പോയെങ്കിൽ ഒരു മങ്കായിട്ട് അല്ലെങ്കിൽ ഒരു പന്നിയായിട്ട് ഞങ്ങൾ മാത്രം പരിവർത്തനായി പോയിട്ടായെങ്കിൽ പിന്നെ അവസ്ഥ എന്തൊരു ജീവിച്ചിട്ട് ഫായ്ദ ഉണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾക്കു ആ മങ്കായിട്ടിക്കുമ്പേ മനുഷ്യರ ബുദ്ധിക്കു ഞങ്ങൾക്കു ആൽമാരെല്ല ഗുർത്താക്കും പിന്നെ മുന്നോട്ട് നെനപ്പുങ്ങല്ല പിന്നെ മൈൻഡിൽ ബൈക്കും ഇതെല്ലാം ഇതൊക്കെല്ലാം ശക്തിക്കും. അങ്ങനെ ഇക്കുമ്പോ ഒരു മനുഷ്യരുടെ മനസ്സും കോല പറത്തില് മങ്കായിട്ട് പോയെങ്കിൽ അതിൽ ഒരു അവസ്ഥ എന്തിര് അതിൽ ഒരു അതിലൊരു കഷ്ടത്തെ പരിസ്ഥിതി എന്തിര് ചൊല്ലുകൊണ്ട മനുഷ്യന്മാരതിൽ പിന്നെ ജീവിക്കുക അവിടെ പിന്നെ എന്തൊരു ഇസ്സത്തിലെ ഒരു കേടായിട്ടിക്കും ആ ടൈമിൽ ഉണ്ടാവുക. അപ്പൊ അത് പേടിക്കൊണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നില്ലേ ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ നന്റെ ഈ ഉമ്മത്തില് അവസാന കാലഘട്ടത്തില് പല പിന്നെ ഭൂകമ്പങ്ങ ആവുകൊണ്ടു കോല ചേഞ്ച് ആവുടങ്ങനത്തെ പല പ്രവർത്തനങ്ങളുടെ നടക്കുകൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നൊരു ഹദീസിലാണ് ഇത് പടിപ്പാട്ട് കോല ചേഞ്ച് ആവുന്നു. എന്താണ് എപ്പോഴാണ് അത് അവിടെ വദാലിക ഇദാ ശരിബുൽ ഖുമൂറ അത് അങ്ങ കല്ലുടെ വ്യാപകമായിട്ട് കല്ല് കുടിക്കുമ്പോഴാണ് കല്ല് കുടിക്കണ അങ്ങനത്തെ കാര്യത്തെ സസാറായിട്ട് കാണുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവിടെ. വത്തഖദുൽ ഖൈനാത്ത് അതുപോലെ നല്ല നൃത്യാക്കണ അങ്ങനത്തെ പാട്ട് പാടുറങ്ങനത്തെ പെണ്ണിങ്ങനെല്ലാം പർത്തിലി പാട്ടിട്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ആസ്വദിക്കണ അങ്ങനത്തെ കാല പറയുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവിടെ. വളറബു ബിൽ മആസിഫി അതുപോലെ വിനോദ ഉപകരണങ്ങളെ യൂസ് ആക്കുമ്പോ മനರಂಜന ഉപകരണങ്ങളെ യൂസ് ആക്കുമ്പോഴായിട്ട് കയറി ഇങ്ങനത്തെ കാര്യമുണ്ട് ഇങ്ങനത്തെ ഒരു കാലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്.
ಅಪ್ಪ ಮಸ್ತ್ ಕೋಲ ಬದಲಾವಣೆ ಚೊಲ್ಲದು ಅದು ಅಲ್ಲಾಹು ತಾಲಗ ಆಕುಗಾವಾತಂಗಂತೊರು ವಿಷಯಂದು ಅಲ್ಲ. ಪ್ರೆಸೆಂಟ್ ಅಲ್ಲಾಹು ತಾಲ ಆಕಾಂಟಿಕ್ರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാർന്ന റബ്ബേ നിന്റെ ഉമ്മത്തിന് നീ ഒന്നടങ്കം കോല ബദലാക്കടങ്ങനത്തെ ഒരു പിന്നെ അവസ്ഥ നീ ബർപ്പാട്ടല്ല റഹ്മാൻ എന്ന നബിത്തങ്ങള ഫിർസത്തെ ഒരു കിർഫത്തെ ദ്വാ ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം അള്ളാഹു ആക്കാത്തെ. ഇനി ആക്കില്ല എന്നിട്ട് ഒരിക്കലും ചൊല്ലകാവില്ല. അങ്ങനത്തെ വ്യാപകമായിട്ട് പിന്നെ ബെടക്കായ പ്രവർത്തനങ്ങളല്ല വ്യാപകമാവുടെ കാലത്തിൽ അള്ളാഹു താല അങ്ങനെ ആക്കുക. അള്ളാഹു താല ഞങ്ങളെ അങ്ങനത്തെ ദുരവസ്ഥയിൽ നിന്നിട്ട് അള്ളാഹു താല ഞങ്ങളെ ബച്ചാവാക്കുമാറാകട്ടെ. അതാണ് അള്ളാഹു ചൊന്നു വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം. ഞങ്ങ മാത്ത് വിചാരിച്ചിട്ടെങ്കിൽ അങ്ങ് ഉള്ള ജാഗത്തിലെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കോലമേ ചേഞ്ച് ആക്കി വിടുക. പിന്നെ അങ്ങനെ ആക്കി പോയെങ്കിൽ ഫമസ്തതാഉ മുളിയൻ വലാ യർജിഊൻ. പിന്നെ അങ്ങ് എതിരു പോവുക, അല്ലെ അങ്ങനെ ഔത്തുക റിട്ടേൺ പോവുക, അങ്ങ് ഉദ്ദേശിച്ച ജാഗത്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഔത്തുക തിരിച്ച് കുടുംബത്തിക്ക് തിരിച്ചു പോവുക, ഒന്നുകും അങ്ങ് സാധ്യമാവില്ല. കുടുംബത്തെ അങ്ങനെ ആക്സെപ്റ്റ് ആക്കാലെ അങ്ങ് മുന്നോട്ട് ഉദ്ദേശിച്ചങ്ങനത്തെ അങ്ങനെ പിന്നെ ഓഫീസ് പോകുക ഉദ്ദേശിച്ചതാ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയുടെ പ്ലേസാ ചെങ്ങായിമാർ ഔത്തുക എവിടെയെങ്കിലും അങ്ങ് ഉദ്ദേശിച്ചിരിക്കുവാറില്ല, വേറൊരു മൂത്ത് പോകും, അവിടെയും അങ്ങനെ ആക്സെപ്റ്റ് ആക്കാറ്. കോല ചേഞ്ച് ആയെങ്കിൽ പിന്നെ ആരെ ആക്സെപ്റ്റ് ആക്കാറ്, ആട്ടി ഓടുപാട്ടുവാറ്. അടുത്ത 68ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലെ വമൻ നുഅമ്മിർഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ഇത്രയെല്ലാം ചൊന്നിട്ടും മനസ്സ് ബദലാവണ ആവാത്തോൺ അങ്ങനൊന്നും കോലൊಂದು ബദലാവണം അങ്ങനത്തെ വിഷയൊന്നും പണ്ടില്ല. അങ്ങനൊന്ന് കോലൊಂದು ചേഞ്ച് ആക്കും അള്ളാഹുകാവില്ല. എങ്ങനത് ഒരു മനുഷ്യനായി നമ്മൾ പെട്ടെന്ന് എങ്ങനെ മങ്ക അവിടെ, മനുഷ്യനായി നമ്മൾ പെട്ടെന്ന് എങ്ങനെ പന്നി അവിടെ, അങ്ങനെ കോല ചേഞ്ച് അവിടെ ഓർക്കാം. മനുഷ്യ സാധാരണ ഉള്ള കോലത്തിലല്ലേ ഇക്കിടേണ്ടും പിന്നെയും അങ്ങനമേ മനസ്സിൽ വിചാരിച്ചോണുകൂ ചിന്തിക്കുകയില്ല, അങ്ങനത്തെ ആലോചന ആക്കുകയില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ് നെക്സ്റ്റ് അള്ളാഹു ചൊന്നിട്ടില്ലേ. നോക്കൊരു നോർമലായിട്ട് സാധാരണയായിട്ട് അള്ളാഹു താല കോല ചേഞ്ച് ആക്കിക്കൊണ്ടില്ല. നിങ്ങൾ നോക്കൂ നങ്ങലമേ കോല ഓരോരുത്തരെ കോല എപ്പോഴും ഒരു പോലെ ഉണ്ടാ. നിങ്ങൾ ചെറിയിക്കുമ്പോ ഒരു കോലത്തിൽ ഇന്ന ഒരു അവസ്ഥയിൽ ഇന്ന, പിന്നെ തെൽബായസായപ്പോ പിന്നെ ഒരു അവസ്ഥയ്ക്ക് വന്ന, ബാല്യകാലത്തിലൊരു അവസ്ഥ, പിന്നെ കൗമാര പ്രായത്തിലാവുമ്പോ ഒരു അവസ്ഥ, യൗവന പ്രായത്തിലാവുമ്പോ പിന്നൊരു അവസ്ഥ, വയസ്സാവുമ്പോ പിന്നൊരവസ്ഥയാണ്. ഇങ്ങനെ ഞങ്ങളുടെ ജീവനത്തിലെ കോലം ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. കോല ബദലാവണേ അല്ലെങ്കിൽ അവസ്ഥരെ ഒരു ബദലാവണ ഞങ്ങളുടെ ജീവനത്തിലായിട്ടുണ്ട്. ഇതേ മനുഷ്യക്ക് മെയ്യാവ് ചിന്തിച്ചെങ്കിൽ അള്ളാഹു താലക്ക് ഇതൊക്കെല്ലാം സാധിക്കട് അല്ലെ. എങ്ങനെ ഞങ്ങൾ ബാല്യാവസ്ഥയിൽ നിന്ന് ഒരു ചെറിയൊരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയാണ് അള്ളാഹു താല യൗവന പ്രായത്തേക്ക് വന്നത്, നല്ല ഗട്ടിമുട്ടിലെ ഒരു അവസ്ഥയ്ക്ക് വന്നത്. നല്ല ഗട്ടിമുട്ടിൽ നിന്ന് അങ്ങനത്തെ യൗവന പ്രായത്തിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയാണ് അള്ളാഹു താല അലക്ക എന്തും തീരാത്ത അങ്ങനത്തെ വയസ്സായ ഒരു പ്രായത്തിൽ അള്ളാഹു പാട്ടെ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു കോലമേ ബദല ചേഞ്ച് ആക്കടല്ലേ. നിങ്ങളെ മനസ്സ് ചിലപ്പോ ചേഞ്ച് ആവാല്, മനസ്സ് ആ മുന്നത്തെ പോലെ മിക്കും, പക്ഷെ ഞങ്ങളെ തടിയെല്ലാം ഇങ്ങനെ ചേഞ്ച് ആയിട്ടേക്കിട്. അപ്പൊ അള്ളാഹു ചൊല്ലേ അള്ളാഹു താല ശിക്ഷയായിട്ട് ഇങ്ങനെ കോല ചേഞ്ച് ആക്കട ചൊല്ലുമ്പോ അതിന് പേടി പറയാത്തെ, അത് അങ്ങനെ ഉണ്ടാക്കുക അവിടെ ഉണ്ടു ನಂಬಿಕೆ ಬರಾತ ಉಂಡಟ್ಟ അള്ളാഹു സാധാരണ ഇപ്പൊ പ്രസന്റിൽ കണ്ടുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു കാര്യമാണ് മുന്നിൽ വെച്ചുകൊണ്ടുള്ളേ. ഒമന്നു ഞങ്ങ ഒർത്തുക ആയുസ് കൊടുത്തേണ്ടായെങ്കിൽ ദീർഘായുസ് കൊടുത്തേണ്ടായെങ്കിൽ നുനക്കി സുഹുഫിൽ ഖൽഖി അവന്റെ കോലത്തിൽ ഞങ്ങ ഉൾട്ടാക്കി ബുഡ്ര, നുനക്കി സുഹു അവന്റെ ഉൾട്ടാക്കി ബുഡ്ര ഫിൽ ഖൽഖി കോലത്തില്. അഫലാ യഅഖിലൂൻ അങ്ങ ചിന്തിക്കില്ലേ, അങ്ങ ആലോചന ആക്കില്ലേ. അതായത് അള്ളാഹുടെ ചൊല്ലേ ഒർത്തകു അള്ളാഹു താല നല്ലൊരു ആയുഷ് ദീർഘായുഷ് അള്ളാഹു കൊടുത്തേണ്ടായെങ്കിൽ നിങ്ങൾ നോക്കൂ എങ്ങനെ ആയിപ്പോണ്ടാറ് അവസാന കാലഘട്ടത്തിൽ അങ്ങ നേരെ ഉൾട്ടാവിടാറ്. വയസ്സാവുമ്പോ നേരെ ഉൾട്ടായി പോണ്ടാറ്. നമുക്കെല്ലാം അനുഭവമില്ല അങ്ങനത്തെ. ഞങ്ങളങ്ങനെ ഔത്തുൽ ചിലപ്പോ ഇക്കം പോലത്തെ പിന്നെ മനുഷ്യന്മാർ, അങ്ങനത്തെ മനുഷ്യന്മാർ, അങ്ങനത്തെ ഉമ്മമാരാ ബാപ്പമാറിക്കുവാറ്. അതായത് വയസ്സുകാലാവുമ്പോ അങ്ങ നേരെ ഉൾട്ടായിട്ട് മക്കളെ പോലെ ആവിടാറങ്ങ. അങ്ങക്ക് പണ്ട് മക്ക ഇന്നപ്പ ബാല്യാവസ്ഥയിൽ ഇന്നപ്പ പിന്നെ ഇന്നങ്ങനത്തെ ശാരീരികമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാവും. പണ്ട് കിടാവായിട്ടിക്കുമ്പോ എങ്ങനെ നടക്കുക ബുദ്ധിമുട്ടായിട്ടിന്ത അങ്ങനമേ നടക്കുക ഇപ്പൊ ബുദ്ധിമുട്ടാവും. പണ്ട് കിടാവായിട്ടിക്കുമ്പോ ഊട്ടിട്ടാണ് അങ്ങ് കൊടുത്തോണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങ് ഊട്ടിട്ട് കൊടുക്കണ ഒരു അവസ്ഥയാണ് പണ്ട്. പണ്ട് കിടാവ് ആയിട്ടിക്കുമ്പോ അല്ലെങ്കിൽ ചെറിയ ഒരു കിടാവായിട്ടിക്കുമ്പോ ചെറിയ പ്രായത്തിലിക്കുമ്പോ ಮುಂಡಗು ಕಷ್ಟ ಆಂಟಿಂತ ಪಲಕ ಬರೆಯೋಗು ಕಷ್ಟ ಆಂಟಿಂತ ಇಪ್ಪಲು ಮಂಗಗು ಈ ವಯಸ್ಸು ಕಾಲ ಆവുമ്പോ ಪಲಕ ಬರೆಯೋಗು ಕಷ್ಟ ಆവുಗು.
ബേരങ്ങൾ ആശ്രയിക്കണം അവിടെ, ബേരങ്ങൾ അവലംബിച്ചിട്ട് മാത്രമാണ് ജീവിക്കുക അവിടെ. അല്ലെ, ചെറിയ കിടാവായിട്ടുള്ള പ്രായത്തില് നെനപ്പുങ്ങല്ല കൊറടിയേറ്റിക്കര് ഒർക്ക ചൊന്നത് പിന്നൊരുക്ക മറക്കട്. അതേ ഒരു അവസ്ഥ ആണ് പിന്നെ പണ്ട് വയസ്സുകാലത്തില്. അതാണ് അള്ളാഹു താല നോക്കൂ. ഇത് അള്ളാഹു താല ഇപ്പൊ നോർമലായിട്ട് ഭൂമിയിൽ അള്ളാഹു താല ആക്കിക്കൊണ്ടുള്ള വിഷയമാണ്, വ്യാപകമായിട്ട് ആക്കിക്കൊണ്ടുള്ള വിഷയമാണ്. അതായത് അള്ളാഹു താല ഓർത്തുക ദീർഘായുസ് കൊടുത്തിട്ടെങ്കിൽ നേരെ അള്ളാഹു താല അവന്റെ ഉൾട്ടാക്കട ഒരു ഇങ്ങനെ ഒരു ഗുഡ്ഡ പറ്റിയ ഒരു അനുഭവമായിട്ട് വേണിച്ചില്ല. സാധാരണ ഗുഡ്ഡ പത്തുമ്പോ കീഴിൽ സ്റ്റാർട്ട് ആക്കിയിട്ട് മേലേക്ക് പത്തിയിട്ട് പിന്നെ പാടെ കീഴിലേക്ക് ഡൗൺ ഇല്ല എന്നതുപോലെ മനുഷ്യരുടെ അവസ്ഥയും അങ്ങനെ അവിടെ എങ്ങനെ ചെറിയ പ്രായത്തിൽ നിന്ന് വന്നിട്ട് യൗവനത്താ നല്ല ഗട്ടിമുട്ടുള്ളില്ലേ, നല്ല ആവേശമില്ല, ചുരുക്കുള്ള പ്രായത്തിൽ എത്തിയിട്ട് പിന്നെ അതേപോലെ മനുഷ്യ ഡൗൺ ആവുക. വ്യത്യാസം എന്തൊക്കെയാണെങ്കിൽ തടിയില് ബാല്യപ്രായത്തും വയസ്സര പ്രായത്തും വ്യത്യാസം എന്തിരിക്കുന്നുണ്ടെങ്കിൽ തടിയില് യാറെ കുറടിക്കുക അല്ലാണ്ടെ സ്വഭാവത്തിലും ഞങ്ങളെ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം പണ്ടത്തെ അതേപോലെ ആവുക. അതാണ് ഓർത്തകു നങ്ങ ദീർഘായുഷ് കൊടുത്തേണ്ടായെങ്കിൽ നുനക്കിസുഹു അവന്റെ ചേഞ്ച് ആക്കി വിട്ടല്ലേ, നങ്ങ ഉൾട്ടാക്കി വിട്ടല്ലേ നേരെ ഫിൽ ഖൽഖി അവന്റെ കോലത്തില് അഫലാ യഅഖിലൂൻ ഇതേ ചിന്തിക്കുകയുമയ്യാവില്ലേ. അങ്ങനെ ഒരു കോല ചേഞ്ച് ആക്കടെ പണ്ടത്തെ അതേ അവസ്ഥ പോലെ അവിടെ ചൊല്ലത് അതൊരു നെഗറ്റീവായ ഒരു വിഷയം എന്തല്ല. അങ്ങനെ വയസ്സായ കാലത്തില് മക്കളെ പോലെ അവിടെ ചൊല്ലത് എന്തും മോശമായ കാര്യം അങ്ങനെന്തും വിചാരിക്കണ്ട. അള്ളാഹു താല അങ്ങനെ ആക്കിടല്ലേ, ആക്കുക ആവിടല്ലേ എന്നുള്ള കാര്യമാണ് അള്ളാഹു താല ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടുള്ളേ. നിങ്ങൾ നോക്കൂ, പിന്നൊരായത്തിൽ അള്ളാഹു താല ചൊല്ല യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, ഓ മനുഷ്യന്മാരെ അള്ളാഹു താല നാലൊരു പുനർജന്മ നിങ്ങളെ രണ്ടാമത് ജനിപ്പിക്കടാ ചൊന്നിട്ട് നിങ്ങൾക്ക് ನಂಬಿಕೆ ಬಂಡ್ಲೆಂಟಾಯಂಗೆ അതിൽ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടുണ്ടായെങ്കിൽ കേക്കൊരു നിങ്ങൾക്ക് ನಾನು ഒരു വിഷയം ചൊന്തണ്ട് എന്തിരെ ഫൈന്ന ഖലഖനാകും മിൻ തുറാബിൻ, നിങ്ങൾ ചിന്തിക്കൊരു നിങ്ങളെ നാണ് മണ്ണിൽ നിന്നിട്ട് നാണ് പടച്ച. പിന്നെ സുമ്മ മിൻ നുതുഫത്തിൻ, പിന്നെ ഒരു ചെറിയ വീര്യത്തെ ബിന്ദുവിൽ നിന്നിട്ട്, ചെറിയ വീര്യത്തെ മനിയുടെ ഒരു ചെറിയ കണത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ പിന്നെ പഠിച്ചതാണ്. ഒരു ചെറിയ മനിയുടെ ചെറിയ ഒരു കണയിട്ടിന്നാറ് നിങ്ങൾ ഇത്രയും വലിയായിരിക്കും. സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ നിങ്ങൾ ഒരു രക്തപിണ്ട ആയാറ്. സുമ്മ മിൻ മുളുകത്തിൻ, പിന്നെ ഒരു മാംസപിണ്ടായാറ്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഇങ്ങനെല്ലാം ആയാൽ പിന്നെ ഒരു നിശ്ചിത അവധി തോലെ നിങ്ങളെ ഗർഭാശയത്തിൽ നാണ് വെച്ച നിങ്ങളെ. സുമ്മ നുഖ്രിജുക്കും തിഫ്ല, പിന്നെ നിങ്ങളെ ഒരു കിടാവായിട്ട് നാണ് പുറത്തെടുത്ത് പോന്നെ. സുമ്മലി തബ്ലുഗു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ നല്ല ഗട്ടിമുട്ടുള്ള യൗവന പ്രായത്തിൽ നിങ്ങൾ എത്തിയാറ്. വമിൻകും മൻ യുതവഫ, യൗവന പ്രായത്തിൽ എത്തിയാൽ പിന്നെ വേഗ മർച്ചങ്ങ ഉള്ളാറ്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി, ചില ആൾമാര് വളരെ പിന്നെ ദുർബലമായ പ്രായത്തിക്ക് എത്തിങ്ങ ഉള്ളാറ്, വളരെ ദൗർബല്യ കൂടി അങ്ങനത്തെ പ്രായത്തിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിയങ്ങ ഉള്ളാറ്. എന്തിനാണ് അത്ര ദുർബലമായ പ്രായത്തിക്ക് എത്രേ ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, പല നോളജുകളെല്ലാം കിട്ടിയാൽ പിന്നെ പല അറിവുകളെല്ലാം കിട്ടിയാൽ പിന്നെ ഒന്നും ഗൊന്താവാൻ ഒന്നും ഒരു അറിവും ഇല്ലാണ്ടിക്കുകയായിട്ട്. ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, എല്ലാം ഗൊന്തുള്ളങ്ങനത്തെ പലതും ഗൊന്തുള്ളങ്ങനത്തെ ഒരു പ്രായം നിങ്ങൾക്കിಂತ. അതെ യൗവന പ്രായത്തിക്ക് എത്തിയപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം ഗൊന്തിന്തല്ലേ. ഫസ്റ്റ് കിടാവായിട്ടിക്കുമ്പോ നിങ്ങൾ ഒന്നും ഗൊന്തില്ല ಅಂತ നിങ്ങൾക്കെല്ലാം ഈ പിന്നെ നിങ്ങളെ ബാപ്പുമ്മമാരെ നിങ്ങൾ ഉള്ള രായത്തങ്ങളെ എല്ലാം കണ്ടിട്ടല്ല നിങ്ങൾ പഠിച്ചാറ്, പലതും പഠിച്ചാറ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ കുറെ നോളജ് ഉള്ള ആൾമാരായറെപ്പ നിങ്ങളെ ആ യൗവന പ്രായത്തിൽ പിന്നെ നിങ്ങൾ പാടെ നിങ്ങളെ ആ നോളജ് എല്ലാം കൊറടി ആയിട്ട് വന്നിട്ട് വയസ്സാവുമ്പോ പണ്ടത്തെ അതേപോലെ നിങ്ങൾ കിടാവായിട്ടിക്കുമ്പോ നിങ്ങൾ ഒന്നും ഗൊന്തില്ലാത്തൊരവസ്ഥ ഇന്തല്ലേ, ആ അവസ്ഥയ്ക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾമാർ എത്രാറ്. അപ്പൊ ഈ കോലല്ല ഇങ്ങനെ അള്ളാഹു താല ചേഞ്ച് ആക്കിക്കൊണ്ടുള്ളത് നിങ്ങൾക്ക് വലിയൊരു തെളിവായിട്ടിക്കറി എന്തിരെ അള്ളാഹു താലു എകത്ത് കാര്യവും ആക്കുക ഉടു. മറിച്ചിട്ട് അങ്ങനെ തടിയെല്ലാം ചീഞ്ഞു പോയിട്ട് എല്ലും മുള്ളും എന്തുമില്ലാത്ത രൂപത്തിലായി പോയെങ്കും അങ്ങനെ അള്ളാഹു താല രണ്ടാമത് അതേ തടിയുടെ രണ്ടാമത് ജീവിപ്പിക്കുക ഉടു ചൊല്ലത് ഈ കാണ്ടതെല്ലാം അതുക്കുള്ള തെളിവായിട്ടിക്കറ് ചിന്തിക്കറേണ്ടെങ്കിൽ തെളിവായിട്ടിക്കറിട്ട് പിന്നൊരായത്തിൽ അള്ളാഹു താല ചൊന്നിട്ടില്ല. അപ്പൊ ചിന്തിക്കണമോ ഇതെല്ലാം വലിയ ദൃഷ്ടാന്തായിട്ടിക്കറ്. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു
ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. നെക്സ്റ്റ് അല്ലാഹു തആല ചൊല്ലേ, ഇതെല്ലാം കേൾക്കുമ്പോ, ഈ വിഷയെല്ലാം കേൾക്കുമ്പോ, ഈ പണ്ടത്തങ്ങളെ സ്റ്റോറിയും അല്ലാഹു തആല നെക്സ്റ്റ് മരണാനന്തര ഒരു ജീവന നിങ്ങൾക്ക് തണ്ടാചുള്ള വിഷയവും, അതുപോലെ ദുനിയാവില് ചിന്തിക്കുമ്പോഴത്തെ പല കാര്യങ്ങളെ ಬಗ್ಗೆ ചിന്തിപ്പിക്കണങ്ങനത്തെ പല വിഷയങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോ മക്കത്തെ കുറേശികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒന്ന് ആരോപാക്കണോ ചെന്നിട്ട് നബി തങ്ങൾ എന്തെങ്കിലും ഒന്ന് പിന്നെ ഈ പിന്നെ ഇത്ര ഇങ്ങനെയുള്ള വിഷയം ചൊല്ലുമ്പോ നബി തങ്ങൾ ആരാണ് എന്തിനാണ് ഇതെല്ലാം എന്ന് ചൊല്ലുകു അങ്ങ കൂടി ആലോചന ആക്കിയാൽ എന്തിനാണ് ഇത് നബി തങ്ങൾ അങ്ങ് ചൊല്ല, എന്തിനായിട്ട് ചൊല്ല. അപ്പൊ അങ്ങല് അവസാനമായിട്ട് ഫൈനലായിട്ട് ഒരു അഭിപ്രായം വന്നിട്ട് നബി തങ്ങൾ എന്തിനു ചൊല്ലുക, ഷാഇർ ചൊല്ലുക, ഒരു കവിണ്ട് ചൊല്ലുവാണ്. സാധാരണ സാഹിത്യ രചനാക്കട അങ്ങനത്തെ ഒരു ആലയിട്ടിക്കര് എന്ന് നബിത്തങ്ങളെ ಬಗ್ಗೆ ചൊല്ലുവാട്ടങ്ങ അഭിപ്രായം. അങ്ങനെ നബിത്തങ്ങളെ ഷാഇറിന് ചൊന്നാർ, ഷിഅറുടെ ആലയിട്ടിക്കര്. ഷിഅർ ചൊന്നെങ്കിൽ കവന, കാവ്യ. കവന അല്ലെങ്കിൽ കാവ്യ എന്താണ്? കാവ്യ ചൊന്നെങ്കിൽ എന്തരേ, എന്തെങ്കിലും ഒരു വിഷയത്തെ മനുഷ്യന്മാരെ മനസ്സിക്ക് എത്തുപാട്ടുകുബേനായിട്ട്, മനുഷ്യരുടെ മനസ്സിക്ക് അത് എന്തെങ്കിലും ഒരു വിഷയത്തെ പരിണാമക്കാരായിട്ട് എത്തുപാട്ടുകുബേനായിട്ട് പല ഭാവനങ്ങ കൽപ്പനങ്ങ കൂടിയങ്ങനത്തെ കൂട്ടിയിട്ട് എഴുതുന്നങ്ങനത്തെ ഒരു വിഷയമാണല്ലേ കാവ്യ അല്ലെങ്കിൽ കവന ചൊല്ലത്. ഒരു കവന ഓർത്ത് എഴുതിയിട്ടായെങ്കിൽ അതിലെ പിന്നെ ആൾമാരെന്തും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ലേ. ഒരു കവന എഴുതി അവനും പിന്നെ ഭയങ്കര വിവരണാക്കി എന്തരേ നല്ല ഒരു നങ്ങ ഇത്രത്തോല മനസ്സിൽ പോലും വിചാരിക്കാത്തങ്ങനത്തെ അല്ലെങ്കിൽ നങ്ങ ഇത്രത്തോല കാണാത്തങ്ങനത്തെ നല്ല ഒരു പൂന്തോട്ട, നല്ല ഒരു തോട്ടത്തെ ಬಗ್ಗೆ ഇങ്ങനെ വിവരണാക്കിയ. അപ്പൊ ആൾമാര് ഇങ്ങനെ ഒരു തോട്ട അത് ഉണ്ടാ ഓണ് കലവ് ചൊന്നരല്ലേ, ഇങ്ങനെ ഇക്കൊക്കെ ചാൻസ് ഉണ്ടാ എന്നെന്തും അങ്ങനെന്തും ആൾമാർ ചൊല്ലൂല. കാരണം എന്തേ, കവന ചൊന്നെങ്കിൽ അതൊരു കൽപ്പന ഇട്ടിക്കര് ചെന്ന് ഇല്ലാത്തത് ചൊല്ലതെ ഇട്ടിക്കര് കവന അല്ലെങ്കിൽ കാവ്യ. ഇല്ലാത്തത് ചൊന്നിട്ട് ആൾമാരെന്താക്കണേ ഒന്ന് കൊസിയാക്പാട്ട്. അപ്പൊ അങ്ങനെ ചൊല്ലാല ഇട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാട്ട് ആരോപ്പാക്കിയത്. അപ്പൊ അതൊക്കെ റിപ്ലൈ ആയിട്ടാണ് അള്ളാഹു ചൊല്ലേ, അങ്ങനെന്തും വിചാരിക്കണ്ട. വമാ അല്ലംനാഹു ശിഅറ, നബി തങ്ങു നങ്ങ ഷിഅർ കാവ്യ നങ്ങ പഠിപ്പാട്ടില്ലേ. വമാ യംബഗി ലഹു, നബി തങ്ങു അതൊരു അഗത്യവുമില്ല. നബി തങ്ങു അത് സമ പോണ്ടങ്ങനത്തെ ഒരു വിഷയവുമല്ല. കവന ചൊല്ലത് നബി തങ്ങു ഒഗ്ഗടങ്ങനത്തെ വിഷയവുമല്ല. കവനത്തെ ആൾമാർ അത് പിന്നൊരായത്തിൽ അള്ളാഹു തആല ചൊന്നിട്ടുള്ള വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവിങ്ങളെ അല്ലെങ്കിൽ സാഹിത്യം ഉണ്ടാക്കുന്ന ആൾമാരെ വെറുത്തുലു അങ്ങനെ ഭൂത്തങ്ങ പിശാച്ചിങ് അങ്ങനെ പെറലു കൂട്ടു. അങ്ങ പല ജാഗത്തിങ്ങനെ തിരിഞ്ഞിട്ട് പല കൽപ്പനങ്ങ എല്ലാം കൂട്ടിയിട്ടാണ് അങ്ങ സാഹിത്യങ്ങൾ ഉണ്ടാക്കണേ. ഈ സാഹിത്യ കവനാണ്ടല്ല ചൊല്ലത് പണ്ട് അറേബ്യൻ സമൂഹത്തില് ബെടക്കായിട്ടുള്ള അങ്ങനത്തെ കവനവും കാവ്യെല്ലാം രചന ആക്കിയ ആൾമാരെ ബഗ്ഗെയാണ് ചൊല്ലേ. നല്ല സാഹിത്യം ഉണ്ടാക്കുന്നത് ബഗ്ഗല്ല, നല്ല കവനങ്ങ കാവ്യങ്ങ ഞങ്ങളെ ഇസ്ലാമിക് പരമ്പരയിൽ ഉള്ളതേ അല്ലേ. ഞങ്ങൾ പാട്ടങ്ങനത്തെ ബുർദ ഉണ്ടു, മൗലിദുങ്ങ ഉണ്ടു, ഇതെല്ലാം ഷിഅറുകളാണ്, കാവ്യങ്ങളാണ്. ഇതെല്ലാം നല്ല വിഷയങ്ങൾ ചൊല്ലങ്ങനത്തെ കാവ്യങ്ങായിട്ടിക്കരുത്. നല്ല വിഷയം ചൊല്ല കാവ്യത്തിക്ക് പ്രോബ്ലം ഉള്ളതല്ല. കൂടെ അള്ളാഹു താല ചൊന്നിട്ടുള്ള ബെടക്കായിട്ടുള്ള സാഹിത്യങ്ങൾ, ബെടക്കായിട്ട് പിന്നെ പെണ്ണിങ്ങനെ വർണ്ണനാക്കടെ, പെണ്ണിടെ വർണ്ണനാക്കടെ, കല്ല് കുടിക്കുന്നതിರ ಬಗ್ಗೆ ചൊല്ലി, ബെടക്കായ പ്രവർത്തനം ആക്കുന്നതിರ ಬಗ್ಗೆ മോട്ടിവേഷൻ ആക്കടെ, ഇതെല്ലാം ആയിട്ട് അണ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പണ്ട കാലത്തില് അറേബിക് സാഹിത്യമാറി എഴുതിയോണ്ടിന്നെ. അങ്ങോട്ട് ഇതിൽ ഭയങ്കര ആവേശ, ഇത് ചൊന്നിട്ട് ഇതെല്ലാം പാടിയിട്ട് ഇതെല്ലാം ചൊന്നിട്ട് ആൾമാരിങ്ങനെ ഇങ്ങനെ കൊസിയാക്കപ്പാട്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു സംഗതി ഇട്ടിക്കിട്ടാണ് ഖുർആന്റെ ಬಗ್ಗೆ അങ്ങ് ചൊന്നെ. അപ്പൊ അള്ളാഹു താല ചൊന്ന വമാ അല്ലംനാഹു ശിഅറ, അങ്ങനത്തെ ബെടക്കായ സാഹിത്യം ഒന്നും നബിത്തങ്ങക്ക് ഞങ്ങൾ പഠിപ്പാട്ടിട്ടില്ല. വമാ യംബഗി ലഹു, നബിത്തങ്ങക്ക് അത് യോജിക്കണതുമില്ല. അങ്ങനത്തെ ബെടക്കായ സാഹിത്യം നബിത്തങ്ങളെ വ്യക്തിത്വത്തിന് അത് യോജിക്കണതല്ല. നബിത്തങ്ങളെ വ്യക്തിത്വ, സാധാരണ സാഹിത്യമാരുടെ വ്യക്തിത്വ വളരെ ദുഷിച്ച വ്യക്തിത്വമാണ് അങ്ങ് ഇക്കടെ. ഇങ്ങനത്തെ സാഹിത്യ ബെടക്ക് സാഹിത്യം എഴുതുന്ന അങ്ങനത്തെ ആൾമാരെ വ്യക്തിത്വവും ബെടക്കായ വ്യക്തിത്വമാണ് ഇക്കടെ. അങ്ങനത്തെ ഒരു ബെടക്കായ വ്യക്തിത്വം ഒരിക്കലും നബിത്തങ്ങൾക്ക് ഇല്ലല്ലേ. നിങ്ങൾ കണ്ടതല്ലേ, ബെടക്കായ ആളിൽ നിന്നിട്ട് പണ്ടങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇക്കറ് ബെടക്കായ സാഹിത്യ. അങ്ങനത്തെ ഒരു ബെടക്കട ആളല്ലല്ലേ നബിത്തങ്ങ. പിന്നെ എങ്ങനെ നബിത്തങ്ങക്കും ഈ ഇതിന് നിങ്ങൾ ഷിഅറിന് ചൊല്ലാറ്, ഒരു ബെടക്കായ സാഹിത്യം ചൊല്ലാറ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ,
ഈ ഖുർആൻ നിങ്ങൾ ചൊല്ലതുപോലെ ഒരു കാവ്യമാ കവനമാ ഒന്നുമല്ല. ഇതൊരു ഉത്ബോധന ഇട്ടിക്കറ്, ഇതൊരു ഉപദേശ ഇട്ടിക്കറ്, മനസ്സിക്ക് തട്ടങ്ങനത്തെ ഉപദേശ ഇട്ടിക്കറ്. ഖുർആനും മുബീൻ, വ്യക്തമായിട്ട് ഓതപ്പെട്ടങ്ങനത്തെ കിതാബ് ഇട്ടിക്കറ് എന്നാണ് അള്ളാഹു താല ചൊല്ലേ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ ചൊല്ലുക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.